സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ വജ്രായുധം എടുത്ത് ഉപയോഗിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും. നാം നമ്മുടെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറിപ്പോയേക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ഒരു നാടിന്റെ വികസനവും ഈ നാട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുവികാരത്തോടൊപ്പം നിൽക്കുക എന്നതിനപ്പുറം അതിന്റെ സമരം നയിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ചില ഘട്ടങ്ങളിൽ വളഞ്ഞിട്ട് പിടിക്കേണ്ടി വരും. ഇത് ചെയ്യും, നമ്മളത് പിടിക്കേണ്ടി വരും. ഇപ്പോ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച് ലൈസൻസിന്റെ കാലാവധിക്കുള്ളിൽ അത് പുതുക്കിയിട്ടായിരിക്കും നമ്മുടെ ലൈസൻസ് ഫീ ഓരോ 15 ദിവസവും 25% വെച്ച് വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ലൈസൻസ് ഫീ എങ്കിൽ മാർച്ച് മാസത്തിൽ ഇത് പുതുക്കിയില്ല. ഏപ്രിൽ 15-ന് നിങ്ങൾ പുതുക്കണമെങ്കിൽ 1000 എന്നത് 1250 രൂപ അപ്പായി. അതിന് പുറമെ 2000 രൂപ വേറെയും വന്നു. അപ്പൊ 3250 ആയി. അടുത്ത ഏപ്രിൽ 15 എന്നത് ഏപ്രിൽ 30 ആകുമ്പോഴേക്ക് അടുത്ത 25% കൂടി 1500 ആയി. അടുത്ത 15 ദിവസം 1750 ആയി. ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് 7000 രൂപ. 7000-ന് മുകളില്ല. ഇത് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിൽ കഴിഞ്ഞ 3 മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭ മുതൽ ഇതുവരെയുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ MP രാജേഷ് വകുപ്പ് മന്ത്രിയാകുന്നത് വരെയുള്ള കാലയളവിലെ എല്ലാ മന്ത്രിമാരെയും നേരിൽ കണ്ട വ്യക്തിയാണ് ഞാൻ ഓർക്കുന്നത്. ഒരുപക്ഷെ അതിന്റെയും മുന്നിലുണ്ട്. അതായത് പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന VS ഗവൺമെന്റിന്റെ കാലത്തും ഈ ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് ഞാൻ. എവിടെയും ഇതൊന്ന് കേൾക്കാൻ പോലും രാഷ്ട്രീയ നേതൃത്വം തയ്യാറായി. ഒരു മന്ത്രിമാരും അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല. കാരണം ഇത് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ MP രാജേഷിനെ തന്നെ എടുക്കൂ. അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയാകുന്നത് വരെ കച്ചവടക്കാരന്റെ ലൈസൻസുമായി ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് ബന്ധം? അവർക്കത് അറിയില്ലേ? നമ്മൾ ചെയ്തത് എന്താ? ഈ ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മുടെ ജില്ലാ കമ്മിറ്റി പാലക്കാട് ചേർന്നു. നമ്മളൊരു തീരുമാനം എടുത്തു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാണ്. ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുന്നില്ല എങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ വോട്ട് ബഹിഷ്കരിക്കും. നമ്മൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ എത്ര ബഹിഷ്കരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞിടത്തൊന്നും ആളുകൾ നിൽക്കില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തിയപ്പോൾ ആ മീറ്റിംഗ് നടക്കുന്ന വേദിയിലേക്ക് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി എത്തി. ആ യോഗത്തിലേക്ക് കടന്നു വന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം അന്വേഷിച്ചു. കാരണം നമ്മുടെ ആളുകൾ അപ്പം തന്നെ ഫോൺ എടുത്ത് ചോർത്തി കൊടുത്തു, ഇതാ ഇവിടെ ഈ തീരുമാനമില്ല. അവരിറങ്ങേണ്ട താമസം അപ്പുറത്തു നിന്നും MP രാജേഷിന്റെ സെക്രട്ടറി വിളിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നമുക്ക് ചർച്ച ചെയ്യാം. BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാരൻ, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയെത്തി. 3 പ്രധാനപ്പെട്ട മുന്നണികളും പാലക്കാട് വ്യാപാര ഭവനിൽ എത്തുകയാണ്. ഈ വിഷയം എണ്ണി അവിടെ അവതരിപ്പിച്ചു. ഷക്കീർ അവിടെ ഉണ്ടായിരുന്നെന്ന് ഓർമ്മ എനിക്കുണ്ട്. ഷമീർ ഉണ്ടായിരുന്നോ? ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വിളിച്ചു. ആ വേദിയിൽ ഈ കാര്യങ്ങൾ തെളിവ് സഹിതം എണ്ണി നമ്മൾ പറഞ്ഞു. ആലൂർ ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷനായി.
ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.പി. ഷക്കീർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ റിപ്പോർട്ടും ട്രഷറർ കരീം കുമ്പിടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കൌൺസിലറും മണ്ഡലം കോർഡിനേറ്ററുമായ ഷമീർ വൈക്കത്ത്, ഡാറ്റ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സയ്യിദ്, ആലൂർ യൂണിറ്റ് പ്രസിഡന്റ് N.T. ഫൈസൽ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം.